ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്ന വ്യാജേന ഒരു വ്ലോഗ് ഞങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഒരു 3 എന്റെ പൊട്ട ഇതാണ് പട്ട. ചായയുടെ കളർ മാറി. അതെ, നല്ല ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ കളറുണ്ട്. മൺസൂൺ മസാല ടീ കൊടുത്തു നോക്കട്ടെ, തള്ളക്ക് വിളിക്കുന്നുണ്ടോ? നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ മഴയൊക്കെ ആയല്ലേ, ഇതോടെ നേരത്തെ മഴയായി, മൊത്തം ചളിവിളിയാണ്. പ്രോഗ്രാംസ് ഒക്കെ ഏകദേശം തീർന്നു, സീസൺ ഓഫായി, നമ്മള് സൈഡായി. അപ്പം ഞാൻ സൈഡായി. എനിക്ക് ഷൂട്ടിന് കുഴപ്പമൊന്നുമില്ല. ഷൂട്ടിന് എന്ത് മഴയും വെയിലും മഞ്ഞും കാറ്റും വെള്ളപ്പൊക്കമൊക്കെ വന്നാലും അവർ ഷൂട്ട് ചെയ്യും. അങ്ങനത്തെ ടീമുകളാണ്. കാരണം എപ്പിസോഡ് ഇല്ല, അതുകൊണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് പബ്ലിക്കായിട്ട് ആരും പരിപാടി കാണാനൊന്നും വരില്ല. സ്റ്റേജിലൊക്കെ വെള്ളം വരും, അതിനൊക്കെ പ്രശ്നമാകും. അതുകൊണ്ട് ഇപ്പോൾ മഴ സീസൺ തുടങ്ങിയതുകൊണ്ട് സീസൺ ഓഫാണ്. ഇനി ഓഗസ്റ്റോട് കൂടി ഓണം സംബന്ധിച്ചാണ് ഇനി അടുത്ത പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ വ്ളോഗിൽ പറ്റാവുന്ന രീതിയിലൊക്കെ സജീവമായിട്ട് ചളികളും പറഞ്ഞ് താങ്കളുടെ സാന്നിധ്യം ഉണ്ടാവും, വീണ്ടും സാന്നിധ്യം ഉണ്ടാവും എന്ന് മുൻകരുതൽ തരും. നിങ്ങളാണ് മുൻകരുതൽ എടുക്കേണ്ടത്. ഇയാളുണ്ടാവും, സൂക്ഷിച്ചോ. അപ്പം അല്ല, ഫാൻസ് മിസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം എവിടെയെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അച്ഛനെ ഞാൻ പറഞ്ഞു, അച്ഛന് വയ്യാതെ ഇരിക്കുകയായിരുന്നു, കൂട്ടിരിക്കാൻ പോയതാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് സാധാരണ ഞാൻ ഒരു ചായ കാപ്പി ആളല്ല, പക്ഷേ കിഷോറേട്ടൻ ചായയും കാപ്പിയൊക്കെ കുടിക്കണ ആളാണ്. അപ്പോൾ ഈ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇപ്പം മൺസൂണൊക്കെയാണ്, തണുപ്പാണ്. അപ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മൾക്ക് അത് കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കൂടെ ഉണ്ടാവണമല്ലോ. അപ്പം നമ്മളൊരു വെറൈറ്റി മൺസൂൺ ടീ നമ്മൾ മൺസൂൺ വെറൈറ്റി അല്ല, അതിനു മുമ്പ് ഒരു സാധനം പറഞ്ഞു, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്ന വ്യാജേന ഒരു വ്ലോഗ് ഞങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അല്ലല്ല, വ്യാജേന ഒന്നല്ല, ഇത് നല്ലതായിട്ട് കൂടുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ പറഞ്ഞ് അതങ്ങ് പരിപോഷിപ്പിക്കും. അല്ല, ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്, കൂടുതലായിട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മൺസൂൺ മസാല ടീ പോട്ടെ, MMT പേപ്പറല്ല. ഹലോ മിസ്റ്റർ ബാബു, ഇത് പട്ട ഒരു 3 ഏലക്ക. എൻ്റെ പൊട്ട ഇതാണ് പട്ട. ഇത് 3 ഏലക്കുണ്ട്, 3 ഗ്രാമും ഉണ്ട്. നമുക്കൊരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും വേണം. ഇത്ര ഉള്ള പരിപാടി. പിന്നെ പാല്, തേയില, പഞ്ചസാര. കുഞ്ഞി കഷ്ണം ഇഞ്ചി പട്ടിയെ അറിയാലോ, പട്ടിക്ക് ഇതോ കുറച്ച് ദിവസം ഇല്ലാത്തതിനെ കുറച്ച് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ്. നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഈ കുറേ നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ അടുപ്പ് പ്രവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ണിറയെ കണ്ടോളൂ. പക്ഷെ വേറെ കാര്യം ഉണ്ടായി, അത്ഭുതകരമായ ഒരു കാര്യം. ഞാന് ദേവി ഇല്ലായിരുന്നു, ഞാനാണ് പോയി എല്ലാം ചെയ്തത്. തീർന്നു വീട്ടിൽ ഗ്യാസ് അത്ഭുതമായി പോയി. കാരണം തീരുന്നൊന്നും അറിയാറില്ല. ഞാൻ പേടിച്ചു, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒന്ന് ഞെട്ടി. 18 വർഷം കൂടിയിട്ട് ഇന്നാണോ ഗ്യാസ് തീർന്നത്? 18 വർഷം കൂടിയിട്ടല്ല, എനിക്കൊന്നൊരു 2.5 വർഷം. ഒരു വർഷം കൂടിയിട്ട് കണ്ട, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇത് നമ്മൾ പ്രൈവറ്റ് ഗ്യാസ് ആട്ടോ, നമുക്ക് മറ്റേ ഭാരത് ഗ്യാസ്, മറ്റേ ഗ്യാസ്, നമ്മുടെ സാധാരണ ഗ്യാസ് ഇഷ്ടമല്ല. ഞങ്ങളുടെ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്യാസ്. അപ്പോൾ അതുകൊണ്ട് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് 2 പേർക്കും ഞങ്ങൾക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം സെറ്റാക്കണം. നമ്മൾ ഈ ഇഞ്ചി എടുത്ത് നമ്മൾ ഒന്ന് വൃത്തിയാക്കുന്ന പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ നിന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ ആദർശിന് ക്യാമറയ്ക്കുള്ള ഒരു സൗകര്യത്തിനാണ്. ഓക്കെ, ഇത് നമ്മളൊന്ന് കടിച്ചു നോക്കണോ? അപ്പോൾ ഇഞ്ചി കടിച്ച മങ്കിയെ പോലെ ആവും എന്ന് പറയാനല്ലേ? വേണ്ട, അത് പഴയതാ. അപ്പം ഇത് വേസ്റ്റ് കളയൂ സുഹൃത്തെ. ഇതൊന്ന് കഴുകിയും തരും. ഇതിന് എന്ത് കഴുകാനാ? അത് കഴുകണം, വൃത്തിയാക്കണം. ഇല്ല, അത് മണ്ണുണ്ട് അതിൽ. മൺസൂൺ മണ്ണ് പറ്റിയ സൂണല്ല, സൂണായിട്ട് കഴുകി വരും മണ്ണെല്ലാം. അപ്പൊ നമുക്ക് ഈ ഇതിപ്പോ നമ്മൾ തിളച്ചോണ്ടിരിക്കുകയാണ്. നോർമലി നമ്മള് ഇഞ്ചി ഇട്ടു ഒന്ന് പോയിടും, കഴുകി താ ഇങ്ങോട്ട്. ഇതിലും ഭേദം നിങ്ങൾ വിചാരിക്കുന്നത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ചതയ്ക്കുന്ന സാധനം എവിടെ വരട്ടെ? ചതയ്ക്കാൻ അല്ലേ, ഞാൻ മൊത്തത്തിൽ ചതഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിത് നല്ല ഇഞ്ചി ജ്യൂസ് അതിൻ്റെ അകത്ത് കിടന്നാണ് ആവേണ്ടത്. ഓക്കെ, നമുക്ക്
ഈ ഇഞ്ചി ഒന്ന് ചതച്ച് ഇതിനകത്തോട്ട് ഈ ഇതുണ്ട് വെള്ളം തിളയ്ക്കുന്ന നോക്കി ഹായ് അല്ല അതിനകത്തോട്ട് നമുക്ക് ഇടാം. ഓക്കെ, ഇതിടാം. പിന്നെ നമുക്ക് ഏലക്ക ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഏലക്കയാണ്. വേണം, എന്നാലല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. നമുക്ക് മസാല ടീ. ഇത് നമ്മളൊരു പട്ട, അത് നമ്മളൊന്ന് അതെല്ലാം കൂടെ പൊടിച്ച് അതിൻ്റെ തൊട്ടിടും. ഇതുമായിട്ട് ഒരു 3 കുഞ്ഞ് ഗ്രാമ്പു. കരയാമ്പൂ. ഇപ്പം നമ്മളൊന്ന് നല്ലപോലെ തിളയ്ക്കാൻ നമ്മൾ വെക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾക്ക് പ്രധാനം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണേ, നമ്മളെപ്പോഴും പാൽ പാക്കറ്റ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഈ കുഞ്ഞി കഷ്ണം റീസൈക്കിൾ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. കാരണം ഇത് കുഞ്ഞിതല്ലേ, കാണാൻ പോലും പറ്റുന്നില്ല. അത് നമ്മൾ ഭൂമിയിലേക്ക് കളയുമ്പം അങ്ങനെ ഒരുപാട് ഒരു ദിവസം എത്രയാ ലക്ഷക്കണക്കിന് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഫുള്ള് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തുറന്ന് അതിൽ തന്നെ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇത് കട്ട് ചെയ്യും? അത്രയും നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ പാല് കൈ താഴെ പോത്തില്ല. ഇല്ല, പോത്തില്ല. കാണിച്ചു ഞാൻ. അതാണ് ഇന്നത്തെ വീഡിയോ. അതാണ് ഇൻഫോർമേറ്റീവ് ആണ്. നമ്മൾ ഇങ്ങനെ കട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാല് മൺസൂൺ ചായക്കാട്ടിലും മെയിൻ കാര്യം ഇതാണ്. അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ? അപ്പൊ നമുക്ക് ഇതിന്റെ ബാലൻസ് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അങ്ങനെ മനസ്സിലായോ? മറ്റേത് ഇത് കട്ട് ചെയ്ത് നമ്മൾ കഷ്ണമായിട്ട് പുറത്തെടുക്കുമ്പോൾ അത് റീസൈക്കിൾ ബിന്നിലോട്ട് പോകുന്നില്ല. ഇത് എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് കഴുകി ഇത് നമുക്ക് ഡ്രൈ ചെയ്ത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുക. നമ്മൾ പാലിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തേയില ഇടുന്നതിന് മുമ്പ് ഈ നമ്മൾ ഇട്ട മസാലകളൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പം നമ്മൾ അതിൻ്റെ സത്തൊക്കെ ആ പാലിനകത്തോട്ട് ഇറങ്ങും. സോറി, ഇവിടെയൊക്കെ പൊടിയുണ്ട് കേട്ടോ, എന്നോട് ക്ഷമിക്കണം സദയം. ഞാനിവിടെ 1 മാസമായിട്ട് ഇല്ലാത്തതിൻ്റെ എല്ലാ വൃത്തികേടുകളും ഈ വീട്ടിലുണ്ട്. ഇത് നമുക്ക് കുറച്ച് കഴിച്ചാലോ? നല്ലതാ, ആരോഗ്യം നന്നായിട്ട് വരും മിക്സർ. ഞാൻ ആരോഗ്യമൊക്കെ നോക്കുന്നതാണ്. വറുത്തതും പൊരിച്ചതൊന്നും അധികം കഴിക്കാറില്ല. എന്നിട്ട് കഴിക്കുന്ന നോക്കി വറുത്തത്. ഇത് നല്ലപോലെ നോക്കൂ തിളച്ച് വരുന്നുണ്ട്. ഇത് ശരിക്കും ഞങ്ങൾ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ കിഴി കെട്ടി ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്കൊരു കുഞ്ഞ് മല്ല് തുണിക്കകത്ത് കിഴി കെട്ടിയിട്ട് അതിനകത്ത് ഇട്ടാൽ മതി. യെസ്, നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കിഴിയിട്ടാന്നൊക്കെ പറഞ്ഞ തുണി മുറിച്ചെടുക്കണം, പിന്നെ അതിനകത്ത് കെട്ടിയിടണം. അപ്പം അത് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു. ഡയറക്റ്റ് കിട്ടാൻ പോലെ എന്തായാലും നമ്മൾ കുടിക്കുന്ന സാധനമല്ല, കിഴിയൊന്നും വായിക്കാത്തോട്ട് പോകുന്നില്ലല്ലോ. അതില്ല, നമുക്ക് അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തേയില ഇട്ടു. തേയില ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി തിളപ്പിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി. ചായയുടെ നിറം കിട്ടണേ. ചായയുടെ നിറമൊക്കെ വരും. വെയിറ്റ് മിൽക്ക് മെയ്ഡിന്റെ കളറാണ് ഇതോ? ഇങ്ങനെയാണ് മിൽക്ക് മെയ്ഡ്? ഉറപ്പായിട്ടും അതെ. മിൽക്ക് മെയ്ഡ് കണ്ടിട്ടില്ലല്ലേ? ഡെയിലി കുക്ക് ചെയ്യുന്ന മിൽക്ക് മെയ്ഡ് വെച്ച് കുക്ക് ചെയ്യുന്ന ആളാണ്. മിൽക്ക് മെയ്ഡ് വീട്ടിൽ മേടിച്ചു വെക്കും അമ്മ, പായസം ഉണ്ടാക്കാൻ. അത് വർഷത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 1-2 പ്രാവശ്യമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പായസം എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഷുഗർ കട്ടയാണ് ഉപയോഗിക്കുന്നത്. അതല്ല വെറുതെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചത് കേട്ടോ. പക്ഷെ ആ മിൽക്ക് മെയ്ഡ് തീർക്കുന്നത് ഞാനാ. ആണോ? മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചത് ഇങ്ങനെ എടുത്തിട്ട് സ്പൂണിൻ്റെ അതിൽ വെച്ചിട്ട്. അയ്യോ, എത്ര മിൽക്ക് മെയ്ഡ് കട്ടെടുത്ത് തിന്നിട്ടുണ്ടെന്നറിയാമോ? അതുകൊണ്ട് ഞാനിപ്പോൾ മേടിക്കുന്നില്ല ഇവിടെ മിൽക്ക് മെയ്ഡ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നു. പഞ്ചസാരയും കൂടെ ഇട്ടു. ചായയുടെ കളർ മാറി. അതെ, നല്ല ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ കളർ വന്നിട്ടുണ്ട്. എന്തെന്നാണ്, ചായയുടെ കളറല്ല മാറിയത്, പാലിൻ്റെ കളറാണ് മാറിയത്. ഇതിപ്പോൾ ചായ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മൺസൂൺ മസാല ടീ ഉണ്ടോ? ഒത്തിരി കടുപ്പം വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടെ തേയില ഇടാം. ഇവിടെ അങ്ങനെ ഭീകര കടുപ്പം ആവശ്യമുള്ള ആൾക്കാരല്ല. കുടിക്കാറില്ല. പിന്നെ എനിക്ക് കടുപ്പം താൻ കുടിക്കാറില്ലേ ചായ? കുടിച്ചിട്ടുണ്ട്. ലൈം ടീ ഉണ്ടാക്കി കുടിക്കും. പാൽ ചായ ഞാൻ കുടിക്കാറില്ല. ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. അതൊക്കെ ചായ ഞാൻ കഴിവതും, എനിക്ക് ചായയോട് വലിയ താല്പര്യമില്ല. ചായ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇനി കാപ്പിയാണോ നിങ്ങൾക്ക് ഇഷ്ടം? ചുക്ക്, കുരുമുളക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് പാലൊഴിക്കാണ്ട് കട്ടൻ ആക്കി കുടിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത്. അതും ഒരു ഇമ്മ്യൂണിറ്റി ഇതാണ്. ഇനി നമുക്കിത് അരിച്ച് എടുക്കാം. അങ്ങനെ നമ്മളിതിപ്പോൾ അരിച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഇഞ്ചി, പട്ട,
ഹായ്. ഞാൻ ഒരു ചായ കുടിക്കുന്ന ആളല്ല, പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ കിഴി കെട്ടുവാണെങ്കിലുണ്ടല്ലോ, ആ കിഴി നമുക്കൊരു 2 പ്രാവശ്യം കൂടെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ അരിക്കുമ്പം ഇത് നമ്മൾ കളയേ നിവൃത്തിയുള്ളൂ, ഈ തേയില പിന്നിട്ട് തിളപ്പിക്കില്ലല്ലോ. പക്ഷേ കിഴിയാണ് വെക്കുന്നതെങ്കിൽ ആ കിഴി നമുക്ക് 1 പ്രാവശ്യം കൂടെ 1 2 പ്രാവശ്യം കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇത് സെർവ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് ദൈവമേ. ടടടടാൻ, ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും ഇത് കുറച്ച് കുടിച്ചാൽ മതി. നമ്മുടെ സ്പെഷ്യൽ മൺസൂൺ മസാല ടീ കൊടുത്തു നോക്കട്ടെ. തള്ളക്ക് വിളിക്കുമെന്ന് തോന്നുന്നു. വരൂ, ഇവിടുത്തെ ലബോറട്ടറിയുടെ ടെസ്റ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം ഞങ്ങൾ. ചൂടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, മധുരം എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, നോക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ കുടിച്ചാൽ നമുക്കൊരു ടേസ്റ്റും കിട്ടില്ല. അതെന്താ? അത് കുറച്ചൊന്നും ആറണ്ടേ, ആറാതെ ഇങ്ങനെ കുടിക്കുന്നത്. അയ്യോ, അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നാക്കും പൊള്ളിപ്പോവും, ടേസ്റ്റും കിട്ടൂല. ആഹാ, ഞാൻ പറഞ്ഞ ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. പക്ഷെ താൻ ചായ കുടിച്ചിട്ടില്ല, ജീവിതത്തിൽ കുടിക്കാത്ത ആളാണ്. ഇതൊക്കെ കുടിക്കുമ്പോൾ ആഹാ എന്നൊക്കെ പറയും. ഞാനാദ്യം കുടിക്കട്ടെ. എന്താ? അല്ല, ഞാൻ നോക്കിക്കോളാം. ഇത് അതൊന്നും വേണ്ട. സ്പൂണിൽ നിന്ന് തോന്നുന്നത് പായസം. അല്ല, വെരി നൈസ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം കുറച്ചുകൂടെ ആവാം. ഇനിയും വേണോ? എനിക്ക് വേണം. മധുരം അതാ ഞാൻ പറഞ്ഞത്, മധുരം കടുപ്പമൊക്കെ ആ കൺസിസ്റ്റൻസി. കോഫി ഞാൻ വിത്തൗട്ടാണ് കുടിക്കുന്നത്, പക്ഷെ എനിക്ക് ചായ ഒന്നും വിത്തൗട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കുടിച്ചോ. പക്ഷെ ഇത് അല്ല, മധുരം കറക്റ്റാ. ഞാൻ സ്വല്പം കുടിക്കാൻ പറ്റും. ഞാനും വിചാരിച്ചു, ഞാൻ കുടിച്ചപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇയാൾക്ക് എന്താ. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് നിങ്ങളെല്ലാവരും ചായ കുടിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചായ കുടിച്ചു നോക്കൂ. ഒരുപാട് പേര് അങ്ങനെ കുടിക്കുന്നവരുണ്ടാകും. പക്ഷെ ഇതൊരു വെറൈറ്റി ചായയാണ്. ഇതെല്ലാവർക്കും, നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അച്ഛനൊക്കെ ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെ അച്ഛനത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇഞ്ചി, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ നമുക്ക് സ്ഥിരം വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ്. 3 4 മണിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. കുഴപ്പമില്ല, ഒരു 2 മണിക്കൂർ കുടിച്ച് ഞാൻ ചൂടാക്കി തരാം. ഉച്ചയായി ഇപ്പം. അപ്പോൾ നല്ലതാ, ഇത് കുടിച്ചോ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് തലവേദനയൊക്കെ പമ്പ് കിടക്കും. ഈ എരുമേലി വഴി സന്നിധാനത്തെത്തും. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ ഇതൊന്ന് ട്രൈ ചെയ്യും. ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടല്ല, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചായ റെസിപ്പി ഉണ്ടെങ്കിൽ ഞാൻ കൂടെ പറഞ്ഞതാ കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വ്ലോഗ് ചെയ്യാനാ. പിന്നെ ഇവരൊന്നും പറഞ്ഞു തരുന്നില്ല എനിക്ക്. പറഞ്ഞു കൊടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഈ അടുക്കള ഒന്ന് സജീവമാകട്ടെ. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. മഴയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയണു. പനിയും ചുമയും തുമ്മലും ഓരോ എലിപ്പനിയും മഞ്ഞപ്പിത്തം ഒക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. അതാ പറഞ്ഞേ, ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കുക. കിടന്ന ആളാണ് മഴ സമയത്ത്. ഒരു പ്രാവശ്യം ഇതുപോലെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി, പുറത്തേക്ക് ഇറങ്ങി, നല്ല മഴയായിരുന്നു. സ്റ്റെപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, തെന്നി അടിച്ച് വീണ് ബാക്കിലെ ഒരു ചെറിയ ഇവിടെ ഒരു ഫ്രാക്ചർ, റിബിനൊരു ചെറിയ ഫ്രാക്ചർ ഒക്കെ കിട്ടി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക, വളരെ കെയർഫുൾ ആയിരിക്കുക, ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക, നന്നായിരിക്കുക, സന്തോഷമായിരിക്കുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പോലെ ഇരിക്കുക. ഓക്കെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ബൈ ബൈ, വീണ്ടും കാണാം. കോംപ്ലാൻ അല്ല, മസാല ടീ ബോയ്. അതാണ്.